നമ്മുടെ സ്റ്റേറ്റിലെ ബേർഡ് ദേശീയ സംസ്ഥാന പക്ഷി. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്. കാക്ക, കൊക്ക്, മലമുഴക്കി, വേഴാമ്പൽ. മലമുഴക്കി വേലാമ്പൽ ആരാണ്? വേർഡാണ്. അതൊരു പക്ഷിയുടെ പേരാണ്. അറിയത്ത പോലെ ഇല്ല. മലമുഴക്കി വേഴാമ്പൽ. ഗസ് ചെയ്യാം. ഒരു പക്ഷിയാണോ ഇത് മലമുഴക്കി? അപ്പൊ ഇത് തന്നെ കാക്ക കൊക്കല്ല. കാക്ക കൊക്കല്ല. അല്ല, അതെനിക്കറിയാം. ബിക്കോസ് കാക്ക ആയത്തില്ല. കൊക്ക് എന്താണ്? കൊക്ക് നമ്മളുടെ ഇതാണ്, കോഴിയാണ്. കോഴിയല്ല, എന്താ പറയുന്നത്, സ്ട്രോക്ക്, സ്പാരോ. നോ നോ നോ, സ്പാരോ അല്ല, മറ്റേ ടോൾ ആയിട്ടുള്ള വൈറ്റ് കളർ മീൻ തിന്നണ മീൻ. അല്ല, ഇത് ഗൂഗിൾ നോക്കി നമ്മൾ ഇത് കണ്ടുപിടിച്ചു. മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും. ഏത്? വേലായുധൻ. എന്ത്? മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ. ഒരു മിനിറ്റ്, ഞാൻ ജിസേലിന് ഇപ്പം അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞുതരാം. എനിക്കത് പറഞ്ഞു തരാനൊരു സമാധാനം ഇല്ല. ക്രെയിൻ. ഞാൻ ആ കറക്റ്റ് പറഞ്ഞു. ക്രെയിൻ. ക്രെയിൻ മനസ്സിലായി എനിക്ക്. മീൻ തിന്നണ പക്ഷിയാണ്. ആ, കറക്റ്റ്. ഇങ്ങനെയാണ്. ആ, ഓക്കെ. നമ്മുടെ സംസ്ഥാന പക്ഷിയുടെ പേര് വേലായുധനല്ല, മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേല. ഞാൻ പറഞ്ഞില്ല, തേർഡ് ഓപ്ഷൻ അല്ല. അതാണ് കറക്റ്റ് ആൻസർ. മതി. പക്ഷെ എനിക്ക് അറിയത്ത പോലെ ഇല്ല അത് എങ്ങനത്തെ പക്ഷിയാണ്. ഞാൻ പറഞ്ഞുതരാം. മലമുഴക്കി വേഴാമ്പൽ. ഇത് എന്താ ചെയ്യും? മലയിൽ പോയി മുഴുക്കുവോ? അയ്യോ, അത് അങ്ങനെ എനിക്ക് അറിയത്തില്ല. എന്താ പക്ഷെ ആ പക്ഷിയുടെ പേരെന്താ? മലമുഴുക്കി എന്താണ്? എന്തായിരിക്കും മലമുഴക്കി? എന്താ അങ്ങനെ? ഈ മീനിങ് എന്താണ്? മലമുഴുക്കി മലപ്പുറത്തിൽ പോകും. ഞാൻ എന്തിനാ ചോദിച്ചതില്ലേ? എനിക്കറിയില്ല ഗൈസ്, നിങ്ങൾ പറയൂ. എന്തുകൊണ്ടാണ് മലമുഴക്കി വേഴാമ്പലിന് മലമുഴക്കി വേഴാമ്പൽ? വേഴാമ്പലിന് എന്താ മീനിങ്? വേഴാമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ജിസേൽ ശരിക്കും ചെയ്തല്ലോ. അതെ, വേഴാമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷിയാണ്. ഈ അതായത് നമ്മളിങ്ങനെ പറയത്തില്ലേ, ഞാൻ ഇങ്ങനെ പറയും, അതായത് ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ ലവ്, ഇങ്ങനെ പ്രേമമൊന്നും ഇല്ല കുറെ നാളായിട്ടാണെങ്കിൽ പറയും, ഞാൻ സ്നേഹത്തിന് വേണ്ടി മഴ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലിനെ പോലെയാണ് ഞാൻ എന്ന് പറയും. എനിക്ക് മനസ്സിലായി. കേട്ടിട്ടില്ലേ? ഓക്കെ, ആ പക്ഷിയാണ്.